സ്നേഹദീപം വയോജന കൂട്ടായ്മ ആലപ്പുഴ നഗരത്തിൽ ഇരവുകാട് വാർഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 20 വർഷം പൂർത്തിയാകുന്നു. ഡിസംബർ 29-ന് ഇരവുകാട് ടെമ്പിൾ ഓഫ് ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിൽ പ്രശസ്ത വൈദ്യശാസ്ത്രകാരനും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ബി പത്മകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിലെ ഏറെ ജനകീയനായ ആയുർവേദ ഡോക്ടർ വിഷ്ണു നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. ക്രിസ്തുമസ് നവവത്സര സന്ദേശം നൽകിയ ആലപ്പുഴ നഗരസഭ മുൻ ചെയർപേഴ്സൺ ശ്രീമതി സൗമ്യ രാജാണ് പങ്കുവച്ചത്. മുതിർന്ന പൗരജനങ്ങളുടെ ശാരീരിക മാനസിക ഉല്ലാസവും സന്തോഷവും ഉദ്ദേശിച്ചാണ് ഈ കൂട്ടായ്മ രൂപം കൊണ്ടത്. TR ഓമനക്കുട്ടൻ, TP അനിൽ ജോസഫ്, ഇന്ദു ടീച്ചർ, KK ശിവജി, CT ഷാജി, ഷാജി കോയപ്പറമ്പിൽ എന്നിവരാണ് ഈ സ്നേഹസംഗമത്തിന് നേതൃത്വം നൽകുന്നത്. വയോജന കലാപരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് നിർമ്മല ദേവി ടീച്ചർ, ആശ എന്നിവരാണ്. തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക അന്തരീക്ഷം എന്ന് പറയുന്നത് വീടുകളിൽ ആളുകൾ കുറഞ്ഞു വരികയാണ്. പ്രായമുള്ളവർക്ക് സംസാരിച്ചിരിക്കാനും പ്രായമുള്ളവർക്ക് അവരുടെ പ്രയാസങ്ങൾ പറയാനുമൊന്നും ആളുകളില്ല. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്തിനെയാണ്? സത്യമായിട്ട് പറയണം, നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? അക്കാര്യത്തെ അല്ല. കാരണം അക്കാര്യം സുനിശ്ചിതമാണ്, അതിനെ ഭയക്കത്തൊന്നും കാര്യമൊന്നുമില്ല. അക്കാര്യത്തെ അല്ല, ഒറ്റപ്പെടൽ സത്യമാണ്. തീർച്ചയായിട്ടും വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ഒറ്റപ്പെടൽ, ഏകാന്തത എന്നൊക്കെ പറയുന്നത്. രോഗങ്ങളെയും നമ്മൾ ഭയപ്പെടുന്നു. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥയാണ്. മറവി രോഗം. വലിയ വലിയ ആൾക്കാരെല്ലാം ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. എഴുത്തുകാരൊക്കെ ഇല്ല, വലിയ എഴുത്തുകാരൊക്കെ MP വാസുദേവൻ നായർ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇത്രയും എഴുതുവാൻ എനിക്ക് ഓർമ്മ ദൈവം തന്നല്ലോ എന്നുള്ളതാണ്, ഈശ്വരൻ ഓർമ്മ തന്നല്ലോ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മറവിയില്ലാതെ ജീവിതാന്ത്യത്തിൽ എത്തിച്ചേരണം. ജീവിതാന്ത്യം സുനിശ്ചിതമാണ്, രചനയെല്ലാം മരണമുണ്ട്. പക്ഷേ ജീവിത സായാഹ്നം എന്ന് പറയുന്നത് ആരോഗ്യത്തോടു കൂടിയും സുബോധത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ ഒരു തവണ ചെയ്യേണ്ട കാര്യം, മാസത്തിൽ ഒരു തവണ ചെയ്യേണ്ട കാര്യം. അറിയട്ടെ, ദിവസവും ചെയ്യേണ്ട കാര്യം പത്രം വായിക്കുക. ദിനപത്രം നിർബന്ധമായിട്ടും വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോയാൽ പോരെ. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ 2 വലിയ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ വേദന ലോകം അറിഞ്ഞത് മനസ്സിലാക്കി. അവരെല്ലാവരും 90 വയസ്സ് കഴിഞ്ഞവരാണ്. ഒരു ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് പൂർത്തിയാക്കിയവരാണെങ്കിൽ പോലും അവരുടെ നഷ്ടം നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ചു. കാരണം അവർ അത്രമാത്രം നിലവിളിപ്പുള്ളവരായിരുന്നു. അപ്പൊ പത്രം വായിക്കുക ദിവസവും ചെയ്യേണ്ടത്. ഇനി ആഴ്ചയിൽ ചെയ്യേണ്ടതാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, സംസാരിച്ചിരിക്കുക, കലാപരിപാടികൾ ആസ്വദിക്കുക, അതിനകത്ത് പങ്കെടുക്കുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക. ഇതെല്ലാം എന്താ ചെയ്യുമ്പോൾ പ്രയോജനം എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിന്, നമ്മുടെ ബ്രെയിന് ഏറ്റവും നല്ല എക്സസൈസ് ആണ്. ഒരു ദിവസം ചെയ്യേണ്ടത് പത്രം വായിക്കുക, ആഴ്ചയിൽ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും കലാപരിപാടികളിൽ പങ്കെടുക്കുകയും പാടുകയും ആടുകയും എല്ലാം ചെയ്യുക. മൂന്നാമത്തേത്, മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യേണ്ടത് 200 പേരെങ്കിലുമുള്ള ഒരു പുസ്തകം വായിക്കുക. TV-യിൽ വൈകുന്നേരം ഇരുന്ന് അലസമായി സീരിയൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് എക്സസൈസ് തരുന്നില്ല. രാവിലെ നമ്മൾ എന്തിനാണ് നടക്കുന്നത്? ശരീരത്തിന്റെ എക്സസൈസ് ആണ്. അതുപോലെ മസ്തിഷ്കത്തിന്റെ ഏറ്റവും നല്ല എക്സസൈസ് ആണ് വായന. ഒരു മുറിയുടെ മൂലയ്ക്ക് പോയിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കി ഭാവനയോടുകൂടി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് ആകുകയാണ്. മറ്റൊരു അലസമായിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബ്രെയിൻ വലിയ ഫംഗ്ഷൻ ഉണ്ടാകുന്നില്ല, എക്സസൈസ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ദിവസം ചെയ്യേണ്ടത്, ആഴ്ചയിൽ ചെയ്യേണ്ടത്, മാസം ചെയ്യേണ്ടത്, അത് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം. ഈ കൂട്ടായ്മ ആ രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ഗൗരവമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് പറയുന്നില്ല, അങ്ങനെയുള്ളൊരു വേദിയാണെന്ന് തോന്നുന്നില്ല. 2 കാര്യങ്ങൾ കൂടി ഞാൻ ചുമ്മാ പറഞ്ഞു പോകാം. പറയാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആശുപത്രിയിൽ ഇപ്പോൾ കിടന്നു പോയാൽ
നമ്മളാരും ആഗ്രഹിക്കുന്നില്ല ആശുപത്രിയിൽ കിടക്കണമെന്ന്. പക്ഷെ അതും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരും. നെഞ്ചുവേദന വന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയി, വണ്ടാനത്തെ ആശുപത്രിയിൽ പോയി ECG എടുത്ത് നോക്കി. ഭയമുണ്ടോ? ഇങ്ങനെ പറയുന്നത് പേടിയുണ്ടോ? ഇല്ലല്ല, കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഡോക്ടറിനാണ് ഈ ദിവസം വന്ന് ഈ നല്ല സമയത്തെല്ലാം പറയുന്നത് ചിന്തിക്കരുത്. പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ ഇരണ്ട പ്രശ്നങ്ങളാണ്, അതും അറിയണം. ഡോക്ടർ പറയുന്നു ഇതിനകത്ത് ECGക്കകത്ത് ചേഞ്ച് ഉണ്ട്, 5 ദിവസം ഇഞ്ചക്ഷൻ എടുക്കണം, എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കണം, കിടക്കണം വാർഡിൽ പോയി 14-ാം വാർഡിൽ പോയി കിടക്കണം. അയ്യോ സാറേ, ആരുമില്ല കൂടെ ഞങ്ങളോട് നിൽക്കാൻ, ആരുമില്ല, എല്ലാവരും എന്ത് ചെയ്യും, ആരുമില്ല. പറയുന്നതാണ്, 90% ആൾക്കാരും പറയുന്നതാണ്, ആരുമില്ല ഞങ്ങളുടെ, മക്കളെല്ലാം വിദേശത്താണ്, ആരുമുള്ളത് കിടപ്പാണ്, തീരെ ഈ പണികൾ കയറാൻ പറയാൻ പറ്റില്ല. അപ്പോൾ ആര് നിൽക്കണം കൂടെ? നിങ്ങളിൽ ഒരാൾ നിൽക്കണം. A ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ B കൂടെ നിൽക്കണം, ഒരിക്കൽ B കിടക്കുകയാണെങ്കിൽ A കൂടെ നിൽക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ടൈം ബാഗ് എന്ന് പറയും. വിദേശ രാജ്യങ്ങളിലുണ്ട് ടൈം ബാഗ്. അപ്പോൾ ഒരാൾ കിടന്നു, ഇപ്പോൾ ശ്രീകുമാർ കിടന്നു, ശ്രീകുമാറിന്റെ കൂടെ ഹരികുമാർ നിന്നു. ഒരു 5 ദിവസം നിന്ന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു, ECG എടുക്കാനുള്ള സഹായം ചെയ്തു കൊടുത്തു, ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോയി. ആര്? ശ്രീകുമാർ. ശ്രീകുമാർ കിടന്നപ്പോൾ ഹരികുമാർ. നാളെ ഹരികുമാറിന് കിടക്കേണ്ടി വന്നാൽ ഈ പറയുന്ന ശ്രീകുമാർ നിൽക്കണം. ഈ ഒരു കോൺട്രാക്ട് ആണ് ടൈം ബാഗ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ. ഇവിടെ നിക്ഷേപിക്കുന്നത് പണമല്ല, സമയം. ഇത് വിദേശ രാജ്യങ്ങളിൽ വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ഒന്നാണ്. ഒന്ന്. രണ്ടാമത് പറയട്ടെ, മറ്റൊന്നുമല്ല, ടോക്കിംഗ് പാർലറുകൾ, ചുമ്മാതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയുള്ള ബ്യൂട്ടി പാർലറിനൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ സംസാരിക്കുക എന്ന് പറയുന്നത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ മസ്തിഷ്കത്തിനുള്ള ഏറ്റവും നല്ല എക്സസൈസ് ആണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ആരും സംസാരിക്കുന്നില്ല. കുട്ടികളെല്ലാം മൊബൈൽ ലോകത്താണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം അവർ ജനിച്ചത് തന്നെ ആ ഒരു ലോകത്താണ്. അവരെ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സംസാരിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒത്തുചേരലുകൾ, ഇതിനെയാണ് ടോക്കിംഗ് പാർലർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ വിൽപത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ വസ്തുവകകൾ? എന്റെ 10 സെന്റ് ഉണ്ടെങ്കിൽ 5 സെന്റ് എന്റെ മകൾക്ക്, 5 സെന്റ് എന്റെ മകന് എന്ന് നമ്മൾ നേരത്തെ കാലയെ കൂട്ടി എഴുതി വെക്കുന്നതാണ് വിൽപത്രം. അതുപോലെ നമ്മുടെ ജീവിതാന്ത്യത്തിലെ ചികിത്സ അതെങ്ങനെയായിരിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്യുന്ന രേഖയാണ് ലിവിംഗ് വില്ല്. 2023 സുപ്രീം കോടതി അതിന് നിയമസാധുത തന്നിട്ടുണ്ട്. അതായത് ചിലര് പറയും എനിക്ക് വെന്റിലേറ്ററിലൊന്നും കിടക്കാൻ താല്പര്യമൊന്നുമില്ല, എന്റെ മരണമൊന്നും അതിന് നീക്കി വെക്കണ്ട, ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് 2 മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ കിടത്തണ്ട, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുള്ളൂ, അവിടെ പോയി ഞാൻ ശാന്തമായിട്ട് മരിക്കട്ടെ. പക്ഷേ അത് എഴുതി വെക്കണമെങ്കിൽ നേരത്തെ വ്യവസ്ഥ ചെയ്യണം. അറിയാമല്ലോ, കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കളമശ്ശേരി നടന്ന സംഭവം ഇപ്പോഴും ആളെയും മോചനം കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഫ്രീസറിലിരിക്കുക. ഒരു മകൾ പറയുന്നു ആചാരപ്രകാരം സംസ്കരിക്കണം, എവിടെ? പള്ളിയിൽ. മറ്റൊരു മകൾ പറയുന്നു അതല്ല, അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. അതൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ കാര്യം. ഹതഭാഗ്യനായിട്ടുള്ള ആ വ്യക്തി ഇപ്പോഴും മോചനം കിട്ടിയിട്ടില്ല. ഇതെല്ലാം നമുക്ക് ഈ ലിവിംഗ് വില്ലിൽ എഴുതി വെക്കാം. മരണശേഷം എന്റെ ശരീരം പണ്ടാരം മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ വിട്ടുകൊടുക്കുക. മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യുക. മരണശേഷം യാതൊരു തരത്തിലുള്ള ആചാരപരമായിട്ടുള്ള സംസ്കാരവും നടത്തല്ല. സഞ്ചയനവും 16 ഒന്നും വേണ്ട. എന്തിനാ പിള്ളേർക്ക് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ എന്തിനൊക്കെ നടത്തണം. പക്ഷെ ഇത് വ്യവസ്ഥ ചെയ്യണം. ഈ വ്യവസ്ഥ ചെയ്യാനുള്ള രേഖയാണ് ലിവിംഗ് വില്ല്. ഇത് ഞങ്ങൾ കൊല്ലം മെഡിക്കൽ കോളേജിൽ ഇത് പ്രത്യേകമായിട്ടൊരു കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട്. 80-ലേറെ ആൾക്കാർ ആദ്യത്തെ ദിവസം തന്നെ എഴുതി നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെന്റിലേറ്റർ ചികിത്സയൊന്നും വേണ്ട. 2 മെഡിക്കൽ ബോർഡ് കൂടി ഈ ആളിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല. കോമ സ്റ്റേജിലാണ്, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. വെന്റിലേറ്റർ കിടത്തി ലക്ഷങ്ങൾ ചെലവാക്കണം. ഈ തീരുമാനം പക്ഷെ മക്കൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ നേരത്തെ തീരുമാനിക്കണം. ഈ 2-3 കാര്യങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞെന്ന് അതൊക്കെ ഒന്നും ചർച്ച ചെയ്യണ്ട. അപ്പൊ ആകാശരൂപിണി പാടാണ്ടിരിക്കുകയല്ലേ? ഒന്നുകൂടെ കുഴപ്പമുണ്ടോ?
ഒന്നുകൂടെ പാടിയെടുക്കാം. ഞാനത് ടി വി സ്കൂളിൽ പാടിയിട്ടുള്ള പാട്ടാണ് പഠിക്കുമ്പോ. അപ്പൊ അതുകൂടെ വീട്ടിൽ ഞാൻ പോയിക്കോളാം. അപ്പൊ എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ഒരു പുതിയ വർഷം ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ സന്തോഷം നിറഞ്ഞ കൂട്ടായ്മകൾ നമുക്ക് തുടരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. 2 ദിവസം കഴിഞ്ഞ് പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ്. പുതുവത്സരാശംസകൾ. നല്ല ഒരു പുതുവത്സരം, സ്നേഹപൂർണമായ സന്തോഷമുള്ള പുതുവത്സരം ഉണ്ടാവട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നപ്പം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഭയങ്കര നിർബന്ധം പാട്ട് പാടണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പാടണമെന്ന് വിചാരിച്ചു വന്നതാണ്. ചുമ്മാ കളി വന്നതല്ല, സത്യമായിട്ട് ഞാൻ പാടണമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ എന്താ ചെയ്യാന്നറിയാം, ഞാൻ വന്നപ്പോ ഞാൻ പാടണമെന്ന് വിചാരിച്ച പാട്ട് പാടി ഞാൻ പാടണമെന്ന് വിചാരിച്ചു പാടിയില്ല. നല്ല ആശയങ്ങൾ നമ്മളോട് പങ്കുവച്ചു. തീർച്ചയായും വളരെ അർത്ഥവത്തായ, വളരെ ആവശ്യമായി നടപ്പിലാക്കേണ്ട സംഭവങ്ങളാണ്. പക്ഷെ എനിക്ക് ഒരു ചെറിയ പത്മാർത്ഥം കൂടെ പറയാൻ മതി. നമ്മൾ ഈ ഒരു ടോക്കിംഗ് പാരലർ പറഞ്ഞില്ലേ, നല്ല ആശയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു വേദി. ഇപ്പൊ സംസാരിക്കാനാണല്ലോ ആരും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ആരുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലോട്ട് ചെന്നപ്പോ ഞാൻ നോക്കുമ്പോ മോൻ എന്റെ അമ്മയുടെ മുന്നിൽ നിന്ന് പോക്കറി കാണിച്ചോണ്ടിരിക്കുന്നു. സത്യമായിട്ടും ഞാൻ കടന്നു ചെയ്തപ്പോ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തോന്നാണ് ഈ കാണിക്കുന്നത്, മുത്തശ്ശിയെ കളിയാക്കണം. അപ്പൊ അവൻ പറയും, ഞാൻ ഇവിടെ കിടന്ന് കുറെ നേരമായി അതായത് പറയുന്നത്, ഈ മുത്തശ്ശി ഒന്നും കേൾക്കുന്നില്ല. മുത്തശ്ശിയുടെ ചെവിയിൽ ഈ സാധനം ഇരിക്കുകയാണ്, എന്നിട്ട് ഇത് പിടിച്ചോണ്ടിരിക്കുക. പിള്ളേരെ പറയുന്നോലെ മൊബൈലും പിടിച്ചോണ്ടിരിക്കുക മുത്തശ്ശി ഫുൾ ടൈം. ഞാൻ പറഞ്ഞത് അമ്മയുടെ അതെടുത്ത് മാറ്റിയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നായിരുന്നു. സത്യമായിട്ട് ഉള്ളതാ. എന്റെ അടുത്ത് പേഷ്യന്റ് വന്നു. ഈ പേഷ്യന്റിന്റെ കൂട്ടത്തിൽ വന്ന മകള് പറയുന്നു, കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് അമ്മ ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മ എണീറ്റിരിക്കുകയാണ്, ഫുൾ ടൈം എണീറ്റിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, എന്താ അത് എന്താണെന്ന് അറിയണം. ഞാൻ ചോദിച്ചു അമ്മയോട് സംസാരിച്ചു വന്ന എന്താ അമ്മയ്ക്ക് പ്രശ്നം, എന്തെങ്കിലും ടെൻഷനുണ്ടോ? അപ്പൊ ഇവര് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാൻ അമ്മയെ ഉപദ്രവിക്കാൻ ചെല്ലുന്നില്ല, സാധാരണ വീട്ടിൽ പോകുന്ന പോലെയല്ല. എന്റെ ഭർത്താവാണെങ്കിലും അമ്മയായിട്ട് ഒരു വഴക്കിനും ചെല്ലത്തില്ലെന്ന് മാത്രമല്ല, അമ്മയുടെ എന്ത് കാര്യം സാധിച്ചു കൊടുക്കും, ഇങ്ങനൊന്നും പ്രശ്നമില്ല അവിടെ. ഞാൻ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് 3 ദിവസമായിട്ട് അമ്മയുടെ മൊബൈൽ ഫോൺ കേടാ. അമ്മയ്ക്ക് ഫുൾ ടൈം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് മൊബൈൽ ഫോൺ ഇല്ലാത്തതിന്റെ ഒരു വെപ്രാളം. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ കോവിഡിന് ശേഷം നമ്മുടെ അമ്മമാരെല്ലാം ഭയങ്കര ഹൈടെക് ആയി. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഫുൾ ടൈം ഇതിനകത്തൊന്നും കടന്നിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആവാതെ ഇങ്ങനെ ഒരു കൂട്ടായ്മകൾ വന്നിരുന്ന് സമ്മതിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം അശരീരികളും ഒക്കെ കേൾക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്തവരെയൊക്കെ കാണുന്നതിനപ്പുറം പരിചയമുള്ളവരെ കാണുകയും അവരോടൊപ്പം സന്തോഷം പങ്കിടുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായും സമാധാനം ഉണ്ടാവുക. ആ സമാധാനം നിങ്ങൾക്ക് എല്ലാവർക്കും കൈമുതലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറയേണ്ട ഈ ഒരു മന്ത്രത്തെ പറ്റി, അല്ലെ, എന്താ പറയാ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ശരിക്കും മനുഷ്യർക്ക് നല്ലതേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം തന്നെ. ശുദ്ധി പറഞ്ഞല്ല കേട്ടോ, ശരിക്കും അങ്ങനെയാ വേണ്ടത്. അതെ, കാര്യം മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്തൊരു മനുഷ്യ നമ്മുടെ നാട്ടില്, അല്ലെ? അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ തരം മനുഷ്യ. ഇപ്പോഴാണെങ്കിൽ സിനിമ കണ്ടുകൊണ്ട് നല്ല മനുഷ്യരെ കാണാൻ പറ്റത്തില്ല. ഈയിടെ ഇറങ്ങിയ സിനിമയുടെ ഒക്കെ ഒരു സ്ഥിതി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഫഹദ് അനുഭവിച്ചൊരു സിനിമ ഉണ്ടല്ലോ, എന്തായാലും ഈയിടെ ഫഹദ് അനുഭവിച്ചൊരു സിനിമ ഉണ്ടല്ലോ, അതെ, ഏറ്റവും അപ്ഡേറ്റഡ് ആണ്, ഏറ്റവും അപ്ഡേറ്റഡ്.
അതല്ല, അതിനൊക്കെ ആക്രോശോ. ഇപ്പൊ ഒരു ദിനം ഇറങ്ങില്ലേ മാർക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ എങ്ങനെ കാണും പോയിട്ടല്ലേ. പക്ഷെ നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയും കൂടെ എന്റെ അടുത്ത് വന്നു. അച്ഛന് ചെറിയൊരു പ്രശ്നം. അച്ഛന് കുറച്ച് ദിവസമായിട്ട് അച്ഛൻ നടക്കുമ്പോൾ ഒരു സൈഡിലോട്ട് പോകുന്നു, ചെറിയ കൈക്ക് വിറയലുണ്ട്, അച്ഛന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു, ഭയങ്കര ക്ഷീണം. ഇതാണ് വന്ന് പറഞ്ഞ ലക്ഷണം. അപ്പൊ കുറെ പരിശോധനകളൊക്കെ നടത്തി, അദ്ദേഹം പ്രത്യേകം 2 പരിശോധനയൊക്കെ നടത്തിയായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വന്നു, ഏതാണ്ട് പാർക്കിൻസിന്റെ ലക്ഷണങ്ങളാണ്. പാർക്കിൻസോണിസം എന്ന് പറഞ്ഞ രോഗത്തെ പറ്റി കേട്ടില്ലേ, വിറയലുണ്ടാകുന്ന കമ്പോവാദം എന്ന് ഒക്കെ പറയുന്നുണ്ട്. ഈ രോഗമാണ് പണ്ട് മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഇടിക്കാരനും നമ്മുടെ പഴയ പാട്ടുകാരനായ ഉദയഭാനു സാറിനും, അതുപോലെ ഇപ്പൊ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇപ്പൊ മരിച്ചുപോയ മൻമോഹൻ സിംഗിനും ഒക്കെ ഉണ്ടായിരുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഇതിന്റെ ഒരു ചെറിയ തുടക്കമാണ്. അപ്പൊ ഞാൻ അച്ഛന് സമാധാനം പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. ഒരു 10 ദിവസം കഴിഞ്ഞ് അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോ അച്ഛൻ സാറേ നമസ്കാരം, വളരെ സുഖമുണ്ട്, വളരെ സന്തോഷമുണ്ട്, ഇപ്പൊ പോകുന്നൊന്നുമില്ല, ഇങ്ങനെ സൈഡിലോട്ടൊന്നും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് മരുന്നൊക്കെ കഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അമ്മ എന്റെ അടുത്ത് പറയണേ, അച്ഛനോട് ദേഷ്യം കുറച്ച് കുറയ്ക്കാൻ പറയണമെന്ന്. അച്ഛനോട് ദേഷ്യം കുറച്ച് കുറയ്ക്കാൻ പറയണം. ഞാൻ അച്ഛനോട് എല്ലാത്തിനും ദേഷ്യം, അമ്മ എന്റെ അടുത്ത് പറയാ എല്ലാത്തിനും ദേഷ്യ. ഈയിടെയായിട്ട് അത് കുറച്ച് കൂടുതലാണ്. ആദ്യം വഴക്കുണ്ടാക്കി മൂത്ത മോനെ പറഞ്ഞു വിട്ടു. മൂത്ത മോനും അച്ഛനുമായിട്ട് അടിയുണ്ടാക്കി മൂത്ത മോൻ വേറെ എവിടെയാ താമസം. ഇനിയിപ്പോ 2ാമനുണ്ട് കൂടെ, അവനെ കൂടി ഇപ്പൊ ഇത് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി പറഞ്ഞു വിട്ടു. അവനും കൂടെ മാറി താമസം, പിന്നെ ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാവും. അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം എന്നിട്ട് എന്നോട് പറയാം, കഴിഞ്ഞ ദിവസം രാവിലെ പട്ടിക്കിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാം, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മറ്റേ ഇപ്പൊ ഒരു കൊള്ളക്കാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കുറുവ സംഘം വന്നു. 2 അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലേക്ക് അതിന്റെ വാദത്തിൽ കൂടെ ഒക്കെ പോയി. പക്ഷെ അത് കയറിയൊന്നുമില്ല, അതുവഴി പോയി. പക്ഷെ ഈ പട്ടി കുറച്ചില്ല. രാവിലെ അച്ഛൻ എണീറ്റ് രാവിലെ 5 മണിക്ക് പട്ടിക്കിട്ട് അടി കൊടുത്തോണ്ടിരിക്കുക, കുറയ്ക്കാതിരുന്നതിന്. അപ്പൊ ഇങ്ങനെയാണ് അച്ഛന്റെ ദേഷ്യം. അച്ഛന് ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടണ്ട, അത് അച്ഛന് എല്ലാം അച്ഛൻ പറയുന്ന പോലെ കാര്യം നടക്കണം. അച്ഛൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ്. അച്ഛൻ പറയുന്ന പോലെ നല്ല കാര്യം നടക്കണം. ശരിയാണല്ലേ? എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ സാമാന്യതകളാണ്. ഇതല്ലെങ്കിൽ അവിടെ അടിയാണ്. അപ്പൊ ഞാൻ അച്ഛനോട് ഇങ്ങനെയൊന്നും ആവരുത്. ഈ ആയുർവേദം പറയും ക്രോധം ശമിപ്പിക്കാൻ, ദേഷ്യം അല്ലെ, ദേഷ്യം ശമിപ്പിക്കാൻ എന്താ പറയുക, കൃപ അഭ്യസിക്കണം എന്ന് പറയും. കൃപാഭ്യാസ ഇവ ക്രോധ എന്ന് പറയും. അതായത് ക്രോധം എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരുടെയും സ്വഭാവമാണ്. അത് മനുഷ്യന്റെ മാത്രമല്ല, എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവമാണ്. എല്ലാ മൃഗങ്ങളിലും ഉണ്ട്. സാധാരണ മൃഗങ്ങളിലും ഒക്കെ തന്നെ ഈ ക്രോധമുണ്ട്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റി നിർത്തുന്ന ഈ ക്രോധത്തിന്റെ കുറവും സംസാരിക്കാനുള്ള കഴിവും ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവുമൊക്കെയാണ്, അല്ലെ? അപ്പൊ അത്തരം ചിന്തകളില്ലെങ്കിൽ മനുഷ്യനും മൃഗത്തെ പോലെ തന്നെ. അപ്പൊ ഈ ക്രോധം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കണമെന്ന് വിചാരിക്കുന്നതല്ല. ഈ ക്രോധം കൊണ്ട് നമുക്ക് ദേഷ്യം വരുന്നതാണ് അത് കഴിയുമ്പോ. അപ്പൊ അങ്ങനെ ക്രോധം വരാതിരിക്കണമെങ്കിൽ കൃപ അഭ്യസിക്കണം. മറ്റൊരാളോട് സ്നേഹം ഉണ്ടാവണം. തൊട്ടടുത്ത ആളിനോട്, തൊട്ടപ്പുറത്തുള്ള ആളിനോട് നമ്മളല്ലാത്ത മറ്റ് ജീവികളോടും മനുഷ്യരോടുമൊക്കെ കൃപ അഭ്യസിക്കണം. കൃപാഭ്യാസ ഇവ ക്രോധം. ഇങ്ങനെ കൃപ അഭ്യസിക്കുന്നവരാണ് സന്മനസ്സുള്ളവരായി മാറുന്നത്. ഇങ്ങനെ സന്മനസ്സുള്ളവരായിട്ടാണ് ശരിക്കും സമാധാനം ഉണ്ടാവേണ്ടത്. സന്മനസ്സുള്ളവരായി മാറട്ടെ, സമാധാനമുള്ളവരായി മാറട്ടെ. ഈശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും ഇപ്പൊ മരണത്തെ പറ്റി പറയുമ്പോ പേടിക്കണ്ട. ഓരോരുത്തർ മരിക്കുന്ന വയസ്സൊക്കെ കണ്ടില്ലേ, 95, 92, ഒന്നും പേടിക്കാനില്ല. അതുവരെയൊക്കെ യുവാക്കളായിട്ട് ധൈര്യമായിട്ടിരിക്കാം, ഒന്നും പേടിക്കണ്ട. അതുവരെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്.